ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ ഈദിൻ്റെ ദിവസം ഞാൻ ഉണ്ടാക്കിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഒരു മാർബിൾ കോട്ടിംഗ് ഒക്കെ വരുന്ന ഒരു അടിപൊളി കേക്കാണ്. ഓവൻ ഇല്ലാതെയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. പെർഫെക്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കേക്കിന് അതേ ടേസ്റ്റും കിട്ടും. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ നമ്മളെപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാറുള്ളത്. രീതിയിലുള്ള പാത്രത്തിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. എല്ലാ അളവും കറക്റ്റായാൽ മാത്രമേ കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. 1.25 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. 2-3 തവണ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ പൊടികൾ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ 4 മുട്ട വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാൻ തുടങ്ങാം. ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിൽ ചെയ്താലും മതി. ഇതേ സ്റ്റെപ്പ് നിങ്ങൾക്ക് മിക്സിയിലും ചെയ്താൽ മതി. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇതിലേക്ക് 1 കപ്പോളം പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ലെയർ ചെയ്യുന്ന സമയത്ത് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സ്പോഞ്ചിൽ ഞാൻ 1 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഞാൻ ഇതിൻ്റെ ഇടയിൽ 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുത്തത് വൈറ്റ് കളറാണ്, അതുകൊണ്ട് കാണുന്നില്ല വീഡിയോയിൽ. നമുക്ക് 2 രീതിയിൽ കടയിൽ വാനില എസൻസ് വാങ്ങിക്കാൻ കിട്ടും. നല്ല വൈറ്റ് കളർ ഉള്ളതും കിട്ടും, കുറച്ച് ഡാർക്ക് കളർ ഉള്ളതും കിട്ടും. പൊതുവേ എല്ലാവരും ഡാർക്ക് കളറാണ് യൂസ് ചെയ്യാറുള്ളത്. എനിക്ക് ഇപ്രാവശ്യം അത് കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റ് കളറാണ് വാങ്ങിയിട്ടുണ്ടായത്. വാനില പൗഡറും കിട്ടും കേട്ടോ, അതാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആ മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് നല്ല വൈറ്റ് കളറായി കിട്ടുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. എന്നാലേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അവസാനം നമുക്കിതിലേക്ക് 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 കപ്പ് പാല്. ജസ്റ്റ് ഇത് രണ്ടും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ബീറ്റർ അങ്ങ് ഓഫ് ചെയ്യുക. നമ്മുടെ ഈ കേക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റിൻ്റെ അടുത്ത് സമയമാവും. ഇത് നമ്മുടെ കേക്ക് ബാറ്ററിലേക്ക് നേരത്തെ അരിച്ച് വെച്ച പൊടികളെ കൂട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. 2 ബാച്ചാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് പതുക്കെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലത്തെ വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഫോൾഡ് ചെയ്യുന്ന ആ സംഭവം വെച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താലും മതി. പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം. 2 ബാച്ചാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിന്നിലേക്ക് മാറ്റാം. ഞാനൊരു 7 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ഞാൻ ബട്ടർ പേപ്പർ വിരിച്ചിട്ടില്ല. ബട്ടർ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ ഇട്ടിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തെടുത്തതാണ്. മാവൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2-3 തവണ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മളിത് ബേക്ക് ചെയ്യാനുള്ള കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ്. കുക്കറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇതുപോലത്തെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലാണ് നേരത്തെ മാവ് ഒഴിച്ച ആ ഒരു പാൻ ഇറക്കി വെക്കുന്നത്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. വിസിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഒരു 40 മിനിറ്റാണ് എനിക്കിപ്പം ബേക്കായി കിട്ടാൻ വേണ്ടിയിട്ട് എടുത്ത സമയം. അപ്പോൾ ഓരോരുത്തർ ഫ്ലെയിമിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഒരു 30-35 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുക. ഒരു കത്തിയോ ടൂത്ത്പിക്കോ എന്തെങ്കിലും കുത്തി നോക്കിയിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ടൈം വെച്ച് കൊടുത്താൽ മതി. അത് നല്ല ക്ലീനായിട്ട് കിട്ടണം. അപ്പോൾ ക്ലീനായിട്ട് കിട്ടിയില്ലെങ്കിൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിത് 1 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് സ്റ്റിഫായി കിട്ടുന്നവരെ തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് ഇതിൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ക്രീം കൂടി റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാം. ഇതാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെച്ച കേക്ക്. നോക്കി, നമ്മൾ ഓവൻ ഇല്ലാതെയാണ് ചെയ്തത്. എന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക്. നല്ല ഹൈറ്റും ഉണ്ട് ഈ ഒരു കേക്കിന്. ഞാനിത് 3 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരു 4 ലെയർ വരെയൊക്കെ നമുക്ക് ഈ ഒരു കേക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഓവൻ ഇല്ലാതെ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട്. മുകളിലെ ഭാഗം ഒന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഐസിങ് ചെയ്യുന്നതിന് മുന്നേ ചൂട് കംപ്ലീറ്റ് പോയിട്ടുണ്ടാവണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കാൻ സമയമുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിക്കുക. അതിനുശേഷം ഐസിങ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യത്തെ പീസ് കേക്ക് ബോർഡിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ കുറച്ച് ക്രീം ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ്
പീസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തതിന് ശേഷം ക്രീം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലത്തെ ഒരു സ്പാറ്റിൽ വെച്ചിട്ടാണ് ക്രീം വെച്ച് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കി ചെയ്യുകയാണെങ്കിൽ എല്ലാ ലെയറും ഈവനായിട്ട് നമുക്ക് കിട്ടും. കുറച്ചും കൂടി ഈസിയാണ് പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റിൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്തതാണ്, ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി. അടുത്ത പീസ് വെച്ച് കൊടുത്തതിന് ശേഷം ക്രീമും ഷുഗർ സിറപ്പും ആ ഒരു വൈറ്റ് ചോക്ലേറ്റിൻ്റെ പീസും ഇട്ട് കൊടുക്കുക. ഇതുപോലെ ലെയറായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കേക്ക് കട്ട് ചെയ്തിട്ട് ലെവലല്ലെങ്കിൽ ക്രീം വെച്ചിട്ടൊന്ന് ലെവലാക്കി എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലാസ്റ്റ് ഫിനിഷ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. അവസാനത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് മാത്രമേ ആക്കി കൊടുക്കുന്നുള്ളൂ. കേക്കിൻ്റെ അടിഭാഗമാണ് നമ്മൾ മുകളിൽ വെച്ച് കൊടുക്കുക, അതുകൊണ്ടാണ് ഈ ഒരു കളറായിട്ടുള്ളത്. പക്ഷേ ഇത് കരിഞ്ഞു പോയതൊന്നുമല്ല, ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആയിരുന്നേ ഉള്ളൂ. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. വേണ്ടവർക്ക് അത് കട്ട് ചെയ്ത് ഒഴിവാക്കാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ ക്രീം വെച്ചിട്ട് കേക്ക് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സ്മൂത്താക്കി എടുക്കുക. കേക്ക് ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് തണുപ്പിച്ചെടുക്കണം. ആ സമയത്ത് ഇതിന് വേണ്ടിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു 30 ഗ്രാമോളം ചോക്ലേറ്റ് 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമിലൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് മെൽറ്റാക്കി എടുത്തത്. നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പം അവസാനം 1 ടേബിൾ സ്പൂണോളം ബട്ടർ അങ്ങ് ഇട്ട് കൊടുക്കും. എന്നാൽ നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും നമ്മുടെ ഈ ഒരു ഗനാഷിന്. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നല്ലോണം ചൂട് പോയതിന് ശേഷം മാത്രമാണ് ഇത് കേക്കിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ ബ്ലൂ കളർ ആഡ് ചെയ്യുന്നുണ്ട്, ബ്ലൂ ലിക്വിഡ് കളർ. കുറച്ച് ഒരു 2-3 ഡ്രോപ്പ് ഒന്ന് ഒറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് മിക്സ് ആക്കി എടുക്കുന്നില്ല, ഒരു മാർബിൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല തണുത്ത കേക്കിൻ്റെ മുകളിലാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ചെറിയ ചൂടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, കേക്ക് മെൽറ്റായി പോവില്ല. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. സെറ്റായി കിട്ടിയതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ബോർഡർ കൊടുക്കാം. ഞാൻ ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്, ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് പേൾസ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റും കൂടി ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക്. നല്ല സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ദിവസം ഉണ്ടാക്കിയ കേക്കായിരുന്നു ഇത്. കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ലെയറായിട്ടുണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കും കൂടിയാണ്. അപ്പോൾ ഓവൻ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ആ ഒരു കുറവൊന്നും ഈ ഒരു കേക്കിനില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പം വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്